അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 17-ാം സങ്കീർത്തനം 4-5 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിൻ്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരൻ്റെ പാതകളെ സൂക്ഷിച്ച് ഒഴിഞ്ഞിരിക്കുന്നു. എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു, എൻ്റെ കാൽ വഴുതിയതുമില്ല. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. മറ്റുള്ളവരെ അനുകരിക്കുവാനുള്ള പ്രവണത മിക്ക മനുഷ്യർക്കും ഉണ്ടാകും. നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ നാം പോലും അറിയാതെ അത് നമ്മുടെ സംസാരത്തിൽ ലയിക്കുമെന്നതിന് സംശയമില്ല. മനോഹരമായി സംസാരിക്കുവാനും ഇടപെടുവാനും കഴിവുള്ള വ്യക്തികൾ ധാരാളമുണ്ട്. ജയിച്ചവരായ അനേകർ ഭൂമിയിലുണ്ട്. നാം ഇപ്രകാരം ജയിച്ചവരുമായോ സഭ്യമായി സംസാരിക്കുന്നവരുമായോ സമയം ചിലവിട്ടാൽ നമുക്ക് അതൊരു അനുഗ്രഹമായിരിക്കും. ജ്ഞാനികളോട് കൂടെ നടക്കാൻ നീയും ജ്ഞാനിയാകും, ഭോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും എന്ന്. അതുകൊണ്ടാണ് സദൃശവാക്യങ്ങൾ 13-ാം അധ്യായം 20-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമ്പത്ത് ഉണ്ടാക്കുവാനും അന്യൻ്റെ മുതൽ അപഹരിക്കുവാനും മറ്റുള്ളവർ അധ്വാനിച്ചിട്ടുള്ളത് സ്വന്തമാക്കുവാനും ബുദ്ധി ഉപയോഗിക്കുന്നവർ പലരുണ്ട്. ഈ ബുദ്ധിക്ക് ബൈബിൾ കൊടുത്തിരിക്കുന്ന പേര് വക്രബുദ്ധി എന്നാണ്. വക്രബുദ്ധി യഹോവയ്ക്ക് വെറുപ്പാണ് എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലോകത്തിൻ്റെ ജ്ഞാനം ഭോഷത്വമാക്കപ്പെട്ട ജ്ഞാനമാണ്. എന്നാൽ ദൈവിക ജ്ഞാനം സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നും വരുന്നതാണ്. ആ ജ്ഞാനം നമുക്ക് ലഭിക്കണമെങ്കിൽ നിശ്ചയമായും നാം ദൈവകൽപ്പനകൾ അനുസരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ലോകത്തിൻ്റെ ഭോഷത്വമാക്കപ്പെട്ട ജ്ഞാനമുള്ളവർ സ്വന്തം ശരീരത്തിനു വേണ്ടിയും തങ്ങളുടെ ആശ്രിതർക്ക് വേണ്ടിയും കഠിനാധ്വാനം ചെയ്യുമ്പോൾ, ദൈവിക ജ്ഞാനമുള്ളവർ തങ്ങളുടെ ആത്മാവിനും മറ്റുള്ളവരുടെ ആത്മാവിനും ഈ ഭൂമിയിലും മരണശേഷവും നന്മയുണ്ടാകുവാനുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. തന്നെയുമല്ല, അവരുടെ സകല പ്രവൃത്തികളിലും ജീവിതത്തിലും വാക്കുകളിലും ചിന്തകളിലും ദൈവത്തിന് ഇടപെടുവാൻ സാവകാശം നൽകുകയും ദൈവത്തിൻ്റെ ആലോചന ബൈബിളിൽ നിന്ന് കണ്ടെത്തി ആ ആലോചന പോലെ അഥവാ ദൈവകൽപ്പനകൾ അനുസരിച്ച് മാത്രം മുന്നേറുന്നു. നാം ദൈവിക ആലോചനയ്ക്ക് കീഴടങ്ങുന്ന വ്യക്തിയാണെങ്കിൽ വഴി ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളുവിൻ എന്ന നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ ശബ്ദം ദൈവം നമ്മെ കേൾപ്പിക്കും. നാം ആ ദൈവശബ്ദത്തിന് കാത്തുനിന്നാൽ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉറപ്പാണ്. 17-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിൻ്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരൻ്റെ പാതകളെ സൂക്ഷിച്ച് ഒഴിഞ്ഞിരിക്കുന്നു. മനുഷ്യർ പാപം ചെയ്യുന്നത് കാണുമ്പോൾ അവരുടെ പാപവഴികളെ വിട്ട് സൂക്ഷിച്ച് പാപത്തിൽ വീഴാതെ ജീവിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ വചനത്താലാണ്, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പാപികളുടെ വഴി ഉപേക്ഷിച്ച് യേശു കാണിച്ച മാതൃക പോലെ മുന്നേറുന്നത് അഥവാ ജീവിക്കുന്നത് എന്നാണ് താൻ നമ്മെ പഠിപ്പിക്കുന്നത്. നാം എന്ത് സംസാരിക്കണമെന്ന് മാത്രമല്ല, എങ്ങനെ സംസാരിക്കണമെന്നും എപ്പോൾ സംസാരിക്കണമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കും. ഈ യാഥാർത്ഥ്യം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം ബൈബിൾ വായിച്ചാൽ നിശ്ചയമായും യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി നാശത്തിലേക്കുള്ള പാത വിട്ടൊഴിയുവാൻ കഴിയും. 17-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു, എൻ്റെ കാൽ വഴുതിയതുമില്ല. 1 പത്രോസ് 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. എന്തായിരുന്നു കർത്താവായ യേശു ക്രിസ്തു നാം അനുസരിക്കേണ്ടതിന് വെച്ചുവെച്ചു പോയ മാതൃക എന്ന് 1 പത്രോസ് 2-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക എത്രയേ ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ മേൽ കയറി. അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശു വെച്ചു പോയ നല്ല മാതൃക പാപം ചെയ്യാതെ ജീവിച്ചു എന്നതാണ്. യേശുവിനെക്കുറിച്ച് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പാപം അറിയാത്തവൻ എന്നാണ്. സാത്താൻ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്നാണ്. പീലാത്തോസ് യേശുവിനെ കുറിച്ച് പറഞ്ഞത് നീതിമാൻ എന്നും
ഒറ്റുകാരനായ യൂദ പറഞ്ഞത് കുറ്റമില്ലാത്തവനെന്നും യേശു തന്നെക്കുറിച്ച് പറഞ്ഞത് നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും എന്നുമാണ്. നാം കേട്ട വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യം യേശു പാപം ചെയ്തിട്ടില്ല എന്നാണ്. തന്നെയുമല്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ നാം അവനെ മാതൃകയാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം യേശു കുരുടൻ ആയ വഴികാട്ടിയല്ല, വിശുദ്ധനായ, നീതിയോടെ ജീവിക്കുന്ന, പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന, വഴി അറിയാവുന്ന വഴികാട്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു. നിലവിൽ നാം ആരെയാണ് പിന്തുടരുന്നത്? ചിന്തിക്കാറുണ്ടോ? യേശുവിനെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് യേശു നിർദോഷൻ, നിഷ്കളങ്കൻ, പവിത്രൻ, പാപത്തോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതൻ എന്നാണ്. ഈ യോഗ്യതകൾ ഉള്ളവരും പാപം ചെയ്യാത്തവരുമായി ഈ ഭൂമിയിൽ മറ്റാരാണ് ഉള്ളത്? ഓർക്കുക, ഒരു വ്യക്തിയുടെ സ്വഭാവം നോക്കി മാത്രമേ നാം ആ വ്യക്തിയെ പിന്തുടരാവൂ. മലിന സ്വഭാവമുള്ളവരെ നാം അനുഗമിച്ചാൽ ഇനി അവർ എത്ര ഉന്നതരാണെങ്കിലും നാമും മലിനരായി തീരും. കാരണം മരണം എന്നത് തമാശയല്ല. മരണത്തിന് ശേഷം മാത്രമേ ശരിയായ ജീവിതം തുടങ്ങുകയുള്ളൂ. ഭൂമിയിലെ ജീവിതം ശാശ്വതമല്ല. ശാശ്വതമായ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നാം മാനസാന്തരപ്പെട്ടവരല്ല എങ്കിൽ മാനസാന്തരപ്പെട്ട് യേശു നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന നല്ല മാതൃക അനുകരിച്ച് അവൻ്റെ കാൽച്ചുവട് പിന്തുടരണം. അവൻ്റെ കാൽച്ചുവട് പോലെ മറ്റൊരു കാൽച്ചുവട് പ്രപഞ്ചത്തിലില്ല. ആണിപ്പാടുള്ള കാൽച്ചുവടാണ് കർത്താവിൻ്റേത്, ആർഭാടത്തിൻ്റേതല്ല എന്ന് ചുരുക്കം. പ്രതിസന്ധികളുടെയും നിന്ദകളുടെയും നാളുകൾ അവൻ്റെ ജീവിതത്തിൽ വന്നെങ്കിലും അവനെ നിന്ദിച്ചവർ നിന്ദിതരാവുകയും അവനെ പീഡിപ്പിച്ചവർ വ്യസനിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ആകയാൽ നാം യേശുവിൻ്റെ ജീവിത രീതി മാതൃകയാക്കാമെങ്കിൽ നിശ്ചയമായും ഈ ഭൂമിയിൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കുവാനും മരണശേഷവും യേശുവിനോടുകൂടെ സന്തോഷിക്കുവാനും കഴിയും. 17-ാം സങ്കീർത്തനം 4-5 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകളിലെ മനുഷ്യരുടെ പ്രവൃത്തികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യരുടെ പാപപ്രവൃത്തികൾ എന്നാണ്. ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ട് പാപികളുടെ പാതകളെ ഞാൻ ഒഴിഞ്ഞ് ജീവിച്ചു എന്നാണ് നിന്റെ അധരങ്ങളുടെ വചനത്താൽ ഞാൻ നിഷ്ഠൂരൻ്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു എന്ന വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കേണ്ടത്. എങ്ങനെ ജീവിക്കണമെന്ന് യേശു പഠിപ്പിച്ചുവോ, അഥവാ യേശു എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് എന്നാണ്. എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു എന്ന വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്രകാരം ജീവിച്ച സങ്കീർത്തനക്കാരൻ ഒരു കാര്യം ധൈര്യത്തോടെ പറയുവാൻ കഴിയും: ഞാൻ അപ്രകാരം ജീവിച്ചതിനാൽ എൻ്റെ കാല് വഴുതിയില്ല. നാം യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നമ്മുടെ നടപ്പിൽ നിഷ്കളങ്കരായാൽ, യേശു ജീവിച്ചതുപോലെ നാം പാപം ചെയ്യാതെ ജീവിച്ചാൽ, യേശു സംസാരിക്കുന്നത് പോലെ ലാവണ്യമായി മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതെ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ, യേശുവിനെ പോലെ മറ്റുള്ളവരോട് മനസ്സലിവുള്ളവരായി ജീവിച്ചാൽ, സകലത്തിലും യേശുവിനെ മാതൃകയാക്കിയാൽ നിശ്ചയമായും ഈ ഭൂമിയിൽ തന്നെ സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കുവാനും അനേകരെ നിത്യ നരകത്തിൽ നിന്ന് രക്ഷിക്കുവാനും സാത്താനെ ലജ്ജിപ്പിക്കുവാനും മരണത്തിന് ശേഷം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനും സാധിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. ആകയാൽ നമുക്ക് യേശുവിൻ്റെ കാൽച്ചുവട് പിന്തുടരാം. യേശുവിൻ്റെ ഉപദേശത്തെയും യേശുവിൻ്റെ ലൈഫ് സ്റ്റൈൽ അഥവാ ജീവിത രീതിയെയും നമുക്ക് മാതൃകയാക്കി ജീവിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ വ്യസനത്തോടെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവരുടെ വ്യസനം മാറ്റി കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. യവനക്കാരെയും യവനക്കാർത്തികളെയും ദുഷ്ടൻ്റെ കെണിയിൽപ്പെടാതെ സൂക്ഷിക്കണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.